ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. എഴുതപ്പോൾ ന്യൂസിലൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഏട്ടതേ നമ്മുടെ ഫൈനൽ കാണാട്ടെ ക്രിക്കറ്റിന്റെ. എന്തായി കളി? കളി 255. ആരെന്തിയോ? ഞാൻ അടുത്ത സെക്കൻഡ് ബാറ്റിംഗ് തുടങ്ങിയോ? അപ്പോൾ എൻ്റെ ഏട്ട അടിപൊളിയായിട്ട് ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കാലത്ത് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നപ്പം ഞാൻ എൻ്റെ ഏട്ടൻ ഇരുന്ന് ക്രിക്കറ്റ് കാണുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ പിന്നെ വേഗം ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അപ്പം ഞാൻ ചോദിക്കായിരുന്നു എന്തായി സ്കോറ്, ജയിക്കുമോ തോൽക്കുമോ? അപ്പം എൻ്റെ പിന്നെ ഉറപ്പായിട്ടും ജയിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്കും കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഡ്യൂട്ടി 2 മണിയാകുമ്പോൾ കഴിയും. അങ്ങനെ പിന്നെ നേരെ വന്ന് വാവുട്ടിയിലെടുത്ത് സ്കൂളിൽ നിന്ന് 3 മണിക്ക് വാവുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ പൊന്നൂസിൻ്റെ സ്കൂളിൽ വന്നേക്കാട്ടാ. പൊന്നൂസിൻ്റെ അവിടെ വന്നിട്ട് അവനെടുക്കാൻ വേണ്ടി നിൽക്കാം. ഇവന് 3 മണിക്ക് ക്ലാസ് കഴിയും. പക്ഷേ പൊന്നൂസിൻ്റെ കഴിയണത് 3:15 അപ്പോൾ അത് കാരണം അവനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. 3:15 വിഷ്കണുണ്ട്. ഞാൻ കൊണ്ടുപോയി ഒരു യോഗട്ട് ബാക്കിയുണ്ട്, അതെടുത്ത് കഴിച്ചാലോ? ഓക്കെ, വിൽ ഈറ്റ് സംതിങ്. ഓക്കെ, അപ്പം ഞാൻ കൊണ്ടുപോയാല് പഴവും പിന്നെ ഞാൻ കൊണ്ടുപോയിരുന്നത് നട്ട് ബാർ തന്നെ കുറച്ച് പണിയായിരുന്നു പല്ലുവേനായതുകൊണ്ട്. നിന്റെ പല്ലുവേന ഹിസ്റ്ററി കഴിഞ്ഞില്ലടി. പിന്നെ ഞാൻ കൊണ്ടുപോയിരുന്നത് ബിസ്ക്കറ്റ്, അത് ഞാൻ ഫിനിഷ് ആക്കി. നെക്സ്റ്റ് ചോറ് കൊണ്ടുപോയില്ലെന്ന് ഒരു മീന കൊണ്ടുപോയുള്ളൂ. പക്ഷെ അത് തിന്നാൻ പറ്റില്ല, എന്തായാലും 2 മിനിറ്റും പറഞ്ഞു. പിന്നെ ഞാൻ യോഗട്ട് കൊണ്ടുപോയാ കൈ കൊച്ചു പോയി. വാവട്ടി കൊണ്ടുപോയത് കോട്ടി കഴിച്ചു, പക്ഷെ ആപ്പിള് കഴിച്ചില്ല കൊണ്ട് അല്ലേ. കുറച്ച് യോഗട്ട് പ്ലീസ് ഔട്ട് ചെയ്യാം, പ്ലീസ് ഔട്ട് ചെയ്യാം. അയ്യോ, ഒരു കൈ കൊച്ചിപ്പോണം. അതെന്തൊരു ഐഡിയ ആണ്? നല്ലതാണോ? നോ. വിശക്കുണ്ട്. ഇനി ഒരു 4 മിനിറ്റ് കൂടി ഉണ്ട് പൊന്നൂസിന് കഴിയാൻ. Can I get a bite from this? Can I have some yogurt? മുന്നും ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അത് കഴിയുമ്പോൾ നമുക്ക് കഴിക്കില്ലേ, നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. പക്ഷെ എനിക്ക് ഞാൻ ഇവരെ കുഞ്ഞായിരിക്കുമ്പോഴേ സ്കൂളിൽ വിട്ടിട്ട് ഇവരുടെ ടിഫിൻ ബോക്സ് എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പൊ ഇവര് പറഞ്ഞ സമയത്ത് ഞാൻ അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ അറിയില്ല, നമ്മുടെ വീട്ടിലും ഈ സെയിം സാധനം ഉണ്ടാവും, പക്ഷെ ഇവരുടെ ടിഫിൻ ബോക്സിൽ നിന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ കാര്യം എന്നറിയില്ല, അപ്പൊ എനിക്ക് ഭയങ്കര കൊതി വരും. എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നിനക്കില്ല, നിനക്ക് ബേബി ഉണ്ടാവുമേ ടിഫിൻ ബോക്സിൽ നിന്ന് കഴിക്കാൻ തോന്നും. സ്കൂളിൽ വിടുന്ന ബേബീസ്. പ്ലീസ് വൺ ഇഷ്ടമില്ല എന്നിട്ടാ നിന്റെ വാവട്ടിയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. വാവട്ടിയുടെ ഫ്രണ്ടും അമ്മയും കൂടെ നടന്നു വരുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് സ്മൈൽ അവന് ഞാൻ കളിക്കാൻ കൊടുക്കൂല. നീ ഇവർ 2 പേരും കൂടി വൈകുന്നേരം ഓൺലൈനിൽ ഗെയിം കളിക്കേ. അപ്പം അവനോട് ഞാൻ കഴിച്ചു പറഞ്ഞേ, നിങ്ങൾ ഗെയിം കളിക്കണമെങ്കിൽ ഞാൻ പെർമിഷൻ തരണമെങ്കിൽ നീ എന്റെ മുഖത്തേക്ക് ചിരിക്കണം എന്ന് പറഞ്ഞു, എന്നാൽ മാത്രമേ കളിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. സ്മൈൽ. ഇന്ന് അവൻ ഭയങ്കര ഒരു സീരിയസ് കഥാപാത്രമാണല്ലോ. സീരിയസ് അല്ല, സോഫ്റ്റ് പാവ. അവനെ കാണുമ്പോ എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടേക്ക്. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇന്നലത്തെ ചോറ് ബാക്കി കുറച്ചുണ്ട്, കറി വെക്കണം. പിന്നെ എന്നിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് അതൊരു സെപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ റീലായിട്ട് ചെയ്യാന്ന് വിചാരിക്കണം. എന്നിട്ട്
നമ്മുടെ ഇവിടെ ഒരുവിധം എല്ലാ യൂറോപ്പ് കൺട്രീസിലും അങ്ങനെയാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ എങ്ങനെയാ സെറ്റപ്പ് എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഒരുപാട് പേര് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഒരു വലിയ എന്നിട്ട് പറയാ പുതുമയൊന്നും ഇല്ല, പക്ഷെ എന്നാലും ചെയ്യാന്ന് വിചാരിച്ചു. എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് വാഷ് ചെയ്യാനായിട്ട് ടിഷ്യൂ ആണ് നോക്കണേ. വീഡിയോ ഉണ്ടാവും അത് കളയല്ലേ അപ്പയുടെ ടൊമാറ്റോ അവിടെ ഓക്കെ. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കില് വാഷ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ കുറെ സ്ഥലമുണ്ട്. 24 hours ഉള്ള ലോണ്ടറി സർവീസ് ഉണ്ട്. അപ്പൊ അതിലവിടെ ആരും ഉണ്ടാവില്ല. അയ്യേ അത് ആരും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് നമ്മുടെ കാർഡ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലോണ്ടറി യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ ബെഡ്ഷീറ്റ് പിള്ളേര് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന് ബെഡ്ഷീറ്റ് അതൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ അലക്കാറുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മള് പബ്ലിക് ലോണ്ടറിയിൽ കൊണ്ടുപോയിട്ട് കഴുകാം. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൽ സെപ്പറേറ്റ് വീഡിയോ ആക്കാം, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ചെന്ന് ഫുഡ് കഴിപ്പം എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് പോണം. വാട്ട് I was just checking. Huh? I was just checking. ഫിനിഷ്. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഇത് കഴിച്ചില്ല, ഇനി ഒന്നും കഴിക്കൂല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഇന്ന് ആരുടെ ആക്ച്വലി ഫ്രണ്ടിലിരിക്കുന്ന ദിവസം അറിഷുവോ Yes. അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയേ. പിന്നെ നമ്മുടെ പൊന്നൂസ് വരുമ്പോ കാണാം. വന്നു പെട തുടങ്ങി. അമ്മേ Kanda, gini Cia. എവിടെയും കൊണ്ടാ കണ്ടാ കണ്ടാ Wait, Cia, tadi. Sit down, let's sit down. ചിൻ ഡൗൺ ചിൻ ഡൗൺ വന്നു തുടങ്ങി. Wait. Have you seen those videos? And they're like this. The minute I see them with hands up, വിട്ടാലോ? heads on. അതെ നമ്മുടെ Okay. പൊന്നൂസ് വന്നു കേട്ടോ. വിട്ടാലോ? സ്കൂളിൽ നിന്ന് ജസ്റ്റ് എത്തി. ഞങ്ങൾ വീട്ടിൽ കയറിയില്ല. അങ്ങനെ തന്നെ തുണിയെടുത്ത് ഞങ്ങൾ വേഗം ഇവിടേക്കാണ് ഈ ലോണ്ടറി മാർട്ടിലേക്ക് വന്നിട്ട്. അപ്പം ഇവിടെ 20 കിലോൻ്റെ 9 കിലോൻ്റെ ഒക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അതിന് പല പൈസയാണ് കേട്ടോ. അതുപോലെ 24 kg-ൻ്റെ 31 കിലോൻ്റെ ഒക്കെ നമുക്ക് ഡ്രയറുകളും ഉണ്ട്. അപ്പം നമ്മുടെ തുണിയാണ് കിടന്ന് കറങ്ങുന്നത്. അപ്പം നമുക്ക് ഏതാണ് നമുക്ക് എത്രയോ തുണിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് നമുക്കവിടെ നമ്മുടെ കാർഡ് വെച്ചിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പം ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നപ്പം ഞങ്ങൾ ഹോട്ട് ഫ്രൈസും പിന്നെ ആ പാവട്ടത്തിനാണ് സാധനത്തിന് പേര് നിൽക്കുന്നറിയില്ല അതും വാങ്ങിച്ചാൽ കഴിച്ചു. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞ് ഉണക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചെത്തിയിട്ടാണ്. അപ്പം ഞാൻ മടക്കാനുണ്ട്. മടക്കാനായിട്ട് വലിയൊരു ചടങ്ങാണ്. ഇഷ്ടംപോലെ തുണിയുണ്ട് മടക്കാനായിട്ട്. അപ്പം പൊന്നൂസിന് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചിരുന്ന് കിടക്കാം. അവർ കുളിക്കാൻ പോയിക്കാം. അപ്പം ഞങ്ങൾ കൂടി ഫ്രഷ് ആയിട്ട് കുറച്ചിരുന്ന് ഉറങ്ങി എഴുതേക്കാം. അപ്പോൾ ഒന്നൊരു ഉഷാറാവില്ലേ. അപ്പം എല്ലാവരും കൂടി ഉറങ്ങാം. അമ്മേ ചായ കളയോ? ചിലപ്പോ ഉറങ്ങിയിട്ട് അവിടെ ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങിയില്ലേ. അവിടേക്ക് പ്രശ്നം എന്താണെന്നറിയോ? അവിടേക്ക് Why did you call me at 6? എന്താ Why didn't you call me at 6? പിന്നെ എപ്പോഴും വിളിക്കണ്ടേ? 6. വൈ didn't ഓക്കെ ഡിണ്ടിൻ്റെ ആയിരുന്നു. ഓക്കെ ഞാൻ ഉറങ്ങിപ്പോയി. 1 മണിക്കൂർ ഉറങ്ങാന്ന് വിചാരിച്ചു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. I told you, Amma, we're gonna sleep more. That's why I didn't want to sleep. വാവുട്ടിക്കാണെങ്കിൽ ഉറങ്ങാൻ ഇഷ്ടമാണ്. അല്ല ഉറങ്ങാൻ ഇഷ്ടമല്ല. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ അവന് കുറേ നേരം ഉറങ്ങണം. ഇടയ്ക്ക് വെച്ച് വിളിക്കാൻ പാടില്ല. അപ്പം അവന് ഉറക്കവും ശരിയാവില്ല, ഞാനൊട്ട് വിളിക്കൂല്ല. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ആകെ പ്രശ്നമായിരുന്നു. അപ്പം ഞാനും വാട്ടി നിന്നിട്ട് കട്ടൻ ചായ കുടിക്കും. കട്ടൻ ചായ വാട്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല കട്ടൻ ചായ. പക്ഷെ പൊന്നൂസിന് കോഫിയാണ് ഇഷ്ടം. ഇന്ന് ഞങ്ങൾ മറ്റേ ലോണ്ടറിൻ്റെ അവിടെ പോയപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു. വാട്ടിക്ക് ഇഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഫുഡ് കഴിച്ചോ? ചോറണം. എൻ്റെ ഏടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എൻ്റെ 7:30 വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമുക്കിവിടെ നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ വാർഷികം വരാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെ ലൈറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ആ വഴിക്ക് അവിടെ പോയിട്ട് പതുക്കെ വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. അതിന് മുന്നേ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം കേട്ടോ.
അങ്ങനെ ഇപ്പം ഞങ്ങൾ 3 പേരും കൂടിയിട്ട് അപ്പോൾ ഒരു സീരീസ് കാണാമെന്ന് വിചാരിച്ചു, ദ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി സീരീസ് കാണട്ടെ. അങ്ങനെ എൻ്റെ ഏട്ടൻ തിരിച്ചെത്തിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, പിള്ളേർ ഓൾറെഡി നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വേഗം ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ എൻ്റെ ഏട്ടൻ വേസ്റ്റൊക്കെ എൻ്റെ പാത്രത്തിലേക്ക് തട്ടാൻ തുടങ്ങി. അതിലാണ് ഞാൻ ചിരിച്ചത്. അപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ നല്ല ക്ഷീണമുണ്ട്, അപ്പോൾ പിന്നെ വേഗം കിടക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന സീരീസും കൂടി കുറച്ച് ബാക്കി കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കണ്ടു. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്.